ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 നടത്തിയ 10th പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആണ്. ക്വസ്റ്റ്യൻ കോഡ് 5/2025. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മൃദുഭാവി ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ഈ രണ്ട് ഉത്തരങ്ങളുമാണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫക്രാനങ്കൽ സത്ലജ്, ഹിരാകുഡ് മഹാനദി, സർദാർ സരോവർ, നർമ്മദ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. നാലാമത്തെ ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാം ശരിയാണ്. അപ്പൊ നോക്കാം. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഇദ്ദേഹം. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകവും രചിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 മാത്രമാണ് റൈറ്റ് ആൻസർ. സവർണജാഥയോടനുബന്ധിച്ച് നടന്നതാണ്. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി മാത്രമാണ്. അപ്പൊ രാജാറാം മോഹൻ റോയുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇത് മൂന്നും രാജാറാം മോഹൻ റോയുടെ കൃതികളാണ്. ഒന്നും കൂടെ പറയാം. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. സതിഹിത ബോധിനി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ കൃതി അല്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ബാക്കി 2 ഓപ്ഷനും തെറ്റാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിജിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പൊ ഇത് എല്ലാ ഓപ്ഷനും റൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏഷ്യൻ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ജനീവ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവ, അത് തെറ്റാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്. അപ്പൊ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അബ്ദുൾ കലാം ആസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബർവ എന്ന് പറയുന്ന പർവ്വതമാണ്. നംച ബർവയാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരീവയാണ് റൈറ്റ് ആൻസർ. കരീവ. അപ്പോ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരീവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? അപ്പം അതിന് ആൻസർ എന്ന് പറയുന്നത് റാറ്റ് ഹോൾ മൈനിങ് ആണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. റാറ്റ് ഹോൾ മൈനിങ്. 14ാമത് ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, ഓക്സ്ബോ തടാകങ്ങളാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നൗറ ആണവ നിലയം, നൗറയല്ല നറൗറ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ് ആണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഉത്തർപ്രദേശ് ആണ്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്ന സ്ഥലം എന്ന് പറയുന്നത് റഷ്യയിലെ കസാനാണ്. കസാൻ റഷ്യയാണ് റൈറ്റ് ആൻസർ. കസാൻ റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൂർ, ഗുണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് ഗുറും അതുപോലെ തന്നെ ഗണ്ടസാരി. ഗണ്ടസാരി, ഗുർ എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലാണ് മാംഗനീസ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അപ്പം ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്ന് പറയുന്നത് എന്തിനെ കുറിക്കുന്നു? അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആഗോള സുസ്ഥിര വികസനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആഗോള സുസ്ഥിര വികസനം. അപ്പൊ അജണ്ട 21 എന്ന് പറയുന്നത് ആഗോള സുസ്ഥിര വികസനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രായപരിധി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉൾപ്പെടുന്നു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. കേരളത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. കേരളം. ഇപ്പൊ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് പറയുന്നത് 2. ഫ്യൂഡൽ നികുതി നൽകുക എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ്. ഉള്ളത് തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവയൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന പ്രസ്താവനകളാണ്. എന്നാൽ ഫ്യൂഡൽ നികുതി നൽകുക എന്ന ഓപ്ഷൻ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശ്രീ നാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നവമഞ്ജരി. അപ്പൊ താഴെ പറയുന്നവയിൽ ശ്രീ നാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നവമഞ്ജരിയാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധൊളാവീരയാണ് റൈറ്റ് ആൻസർ. ധൊളാവീരയാണ് ഹാരപ്പൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം എന്ന് പറയുന്നത്. അപ്പം ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ഇത്, ധൊളവീര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2 മാത്രം. ബന്ധമില്ലാത്ത പ്രസ്താവന ഇതില് 2 മാത്രമാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബെസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബെസന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് E.V. രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? E.V. രാമസ്വാമി നായ്ക്കറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ത്രീകൾക്കും സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. തെലങ്കാന സംസ്ഥാനത്തിലാണ് ഈ ഒരു സ്കീം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തെലങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ ആണ് റൈറ്റ് ആൻസർ. എ ആണ് റൈറ്റ് ആൻസർ. 1 ഡി ആണ്. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വന്നിട്ട് 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരായുള്ള അവകാശം പറയുന്നത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. നോക്കാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
റൈറ്റ് ആൻസർ 1ഉം 2ഉം മാത്രമെന്നാണ് കൊടുത്തിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് രണ്ടുമാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. സുകുമാർ സെൻ ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഹെബിയസ് കോർപ്പസ് ആണ്. ഹെബിയസ് കോർപ്പസ്. ഓപ്ഷൻ എ ഹെബിയസ് കോർപ്പസ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം എന്ന കൃതി എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം എന്ന കൃതി എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഇവരെല്ലാം എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമിത് കൗർ, സരോജിനി നായിഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ടു കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭത്തിന്റെ പേരെന്താണ്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭത്തിന്റെ പേരാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. ഓപ്ഷൻ എ കബനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരായിരുന്നു? പി ആർ ശ്രീജേഷ്. ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് വരയാട്. ഓപ്ഷൻ സി വരയാടാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഓപ്ഷൻ സി രാമനാട്ടത്തിൽ നിന്നുമാണ് എന്തുണ്ടായത്? കഥകളി ഉണ്ടായത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1-നെയാണ്. ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണെന്നാണ്? നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. നീണ്ടകര. അപ്പൊ നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന എക്സാമുകൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതുപോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.